ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദൈവത്തെയും മനുഷ്യരെയും നമ്മൾ നിന്ന് അകറ്റുന്ന ഒരു പാപമാണ് അഹങ്കാരം. എന്താണ് അഹങ്കാരം? ഞാൻ പറയുന്ന കാര്യം മാത്രമാണ് ശരി, ഞാൻ ചെയ്താലേ ഒരു കാര്യം ശരിയാവുകയുള്ളൂ, എൻ്റെ ബുദ്ധിയും സാമർഥ്യവും അറിവും കഴിവും ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ എല്ലാം നേടിയെടുത്തത്. അങ്ങനെ ഞാനെന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം. അഹങ്കാരത്തിനെതിരെ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം തിരുവചനം. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുവചനം. അഹങ്കാരം കർത്താവിൽ നിന്നും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അവസാനമായി സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 25-ാം തിരുവചനം. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിശാക്കുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിശാക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.